ഹലോ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചെക്ക് ഡാമിലായിട്ടോ നിൽക്കുന്നത്. ഇപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം വിട്ടു വെച്ചാൽ അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം വിട്ട കാരണം ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ചെക്ക് ഡാമിലാണ്. അപ്പം വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ഡാമിൽ നിന്ന് വെള്ളം വിടുമ്പോൾ ഒരു പുഴയുണ്ട്. അപ്പോൾ അതിൽ പുഴയിൽ കൂടെ ഡാമിൽ തുറന്ന് വെള്ളം വിടുന്നതൊക്കെ പുഴയിൽ കൂടെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അത് കാരണം ഇതുപോലെ ഇത് കണ്ടോ, ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഡാമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുളിക്കാനുള്ള സ്പേസ്, ഒരു സ്വിമ്മിംഗ് പൂള് പോലെ എന്ന് പറയത്തില്ല, അതുപോലെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളം വന്ന കാരണം ഇങ്ങനെ വെള്ളത്തിൽ മുഴുകി പോയിരിക്കും. അപ്പോൾ അത് തരണമൊന്നും അറിയുന്നില്ല. അപ്പം ഇങ്ങനെ ചെക്ക് ഡാമായ കാരണം നമുക്ക് എപ്പം നോക്കിയാലും ഡാമിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. അപ്പം എത്ര വേനൽ വന്നാലും ഇവിടെ വെള്ളത്തിനൊന്നൊരു ക്ഷാമവും ഇല്ല കേട്ടോ. അപ്പം ഇപ്പോൾ വെള്ളം വിട്ട കാരണം ഇപ്പം വെള്ളമെല്ലാം ഇങ്ങനെ കൂടിയ കാരണം ഇപ്പോൾ കുളിക്കുന്നതും ഞങ്ങളിവിടെ നീന്താൻ വരാറുണ്ട്, തുണി അലക്കാൻ വരാറുണ്ട് ഇവിടെ. അപ്പം ആ ഒരു സ്പേസൊക്കെ ഇല്ലേ, നമ്മൾ അലക്കുന്നതും കുളിക്കുന്ന സ്പേസൊക്കെ അപ്പോൾ വെള്ളം ഓവറായിട്ട് വന്ന കാരണം അതൊക്കെ മൂടിപ്പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെക്ക് ഡാം. വീടിൻ്റെ അടുത്തുള്ള വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു 10 അടി മുന്നിലുള്ള ഒരു പുഴയാണിത്. അപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം വരുന്നതാണ്. ഇതാണ്, ഇവിടെയാണ് നീന്തൽ പഠിച്ചത്. ഇതാണ് സ്ഥലം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഡാമൊക്കെ? നല്ല രസമില്ലേ? ഇതാണ് ഞങ്ങളുടെ ചെക്ക് ഡാം. സ്ഥലം ഏതാണെന്നറിയോ? അപ്പോൾ ഇപ്പോൾ പീച്ചി ഡാം തുറന്നിട്ടുണ്ട്. അപ്പോൾ പീച്ചി ഡാമിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ കാണാനുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക, കാണാൻ നല്ലൊരു എന്താ പറയുന്നത്, ഡാം വെള്ളം തുറക്കുമ്പോൾ ഡാം പോയി കാണുന്നില്ലേ, അതേ രീതിയിൽ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോയി കാണേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ വിടുന്ന വെള്ളമൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പോൾ ഈ പാലം ഉണ്ടല്ലോ, വെള്ളം ഇനി കുറച്ചും കൂടി ഡാം തുറക്കുമ്പോൾ ഈ പാലമൊക്കെ മുങ്ങി പോകാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ മുന്നത്തെ പോലെയൊക്കെ ഇങ്ങനെ ഈ പാലമൊക്കെ മുങ്ങിക്ക് പോയായിരുന്നു വെള്ളം വിട്ടിട്ട്. പിന്നെ ഇവിടുന്ന് ഞങ്ങളുടെ ഇവിടെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തേങ്ങ പിറക്കാൻ നിൽക്കും. വെള്ളം വിടുമ്പോൾ ഓരോ പറമ്പിൽ നിന്നൊക്കെ ഇങ്ങനെ തേങ്ങ ഒലിച്ച് വരത്തില്ലേ, അപ്പോൾ നാളികേരമൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ചെക്കന്മാരൊക്കെ നിൽക്കും. അപ്പം ഇപ്പം വെള്ളം കുറച്ച് കുറവാണ്. അപ്പം എന്നാലും പിടിക്കേണ്ട ആൾക്കാരൊക്കെ പിടിച്ച് കാണും. എന്നാലും ഇനി തുറന്നു കഴിഞ്ഞാൽ ഈ പാലമൊക്കെ മുങ്ങിപ്പോവും. പിന്നെ ഈ പാലത്തിൻ്റെ അടുത്തൊക്കെ വരും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇത്രയും വെള്ളമായിരുന്നു, കുളിക്കാനുള്ള സ്പേസൊക്കെ തന്നെയാണെങ്കിലും പോയി. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചെക്ക് ഡാം. ഓക്കെ, ബൈ.